ഇനി ഇസ്രായേൽ തകരും. എന്തുകൊണ്ട്? ഇസ്രായേൽ ലോകത്തെ ഏറ്റവും വലിയ സുഖലോലുപതയിലെത്തി. ഇനി അവർക്ക് തകർച്ചയുള്ളൂ, നീ ജയിക്കൂല. ഒക്ടോബർ 7 തുടങ്ങിയ യുദ്ധം ഇപ്പോഴും തീർക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ഇസ്രായേൽ പട്ടാളം സുഖലോലുപരാണ്. പണ്ട് 6 സോണ തീർത്ത് 6 ഡേ വാർ, ലക്ഷക്കണക്കിന് അറബികളെ മലർത്തി അടിച്ചു. എന്തുകൊണ്ട്? ദരിദ്രരാണ്, ആരും സഹായിക്കല്ല. മനസ്സിലായി പറഞ്ഞത്? ഇപ്പോഴും ലോകത്തെ ഏറ്റവും വലിയ സുഖലോലുപരാണ് അവര്. ഏറ്റവും വലിയ ലോകത്തെ ഇന്നത്തെ ഏറ്റവും വലിയ സുഖലോലുപരാണ് സിയോണിസ്റ്റുകൾ. അതുകൊണ്ട് ഇനി അവർക്ക് പരാജയത്തിന്റെ നൂറ്റാണ്ടാണ് വരാൻ പോണത്. പരാജയം തന്നെ. എന്തുകൊണ്ട്? സുഖലോലുപത. ഇനി ഒരു ജനത ജയിക്കുകയാണെങ്കിൽ അത് ഷാമികളായിരിക്കും. ജയിക്കൂര്. 3 ജനതയെ പിടിച്ചോളി. 1 ഫലസ്തീനികൾ, 1 സിറിയക്കാർ, 1 യമനികൾ. ഈ ജനതയെ പിടിച്ചോളി. ഈ ജനത ലോകം കൈവശപ്പെടുത്തും. എന്തുകൊണ്ട്? കൈവശപ്പെടുത്തേണ്ട ആളുകൾക്കുണ്ടായ അടിസ്ഥാന യോഗ്യത അവർക്കുണ്ട്. എന്താണ് അടിസ്ഥാന യോഗ്യത? പട്ടിണി. ചെറിയ ചെറിയ സംഘങ്ങൾ വലിയ വലിയ സംഘങ്ങളെ ജയിച്ചടക്കിയിട്ടുണ്ട്. അതന്നെയാണ് ബദർ. അള്ളാഹു വരെ കൂടെ നിന്നു. ആരെ കൂടെ? ചെറിയ സംഘത്തിൽ. എന്തുകൊണ്ട്? അവർക്ക് എന്താണ്? താലൂത്തിന്റെ കൂടെ പോയ ആളുകൾക്ക് അള്ളാഹു വെള്ളം വരെ നിഷേധിച്ചു. فلما فصل طالوت بالجنود قال إن الله مبتليكم بنهر فمن شرب منه فليس مني. താലൂത്തിന്റെ കൂടെ ഇസ്ലാമിക സമൂഹം യുദ്ധത്തിന് പോയി. BC 1000, BC 10ാം നൂറ്റാണ്ടിൽ. അപ്പോൾ അള്ളാഹുവിന്റെ നിയമം വന്നു. എന്താ നിയമം? فلما فصل طالوت بالجنود قال إن الله مبتليكم بنهر. അള്ളാഹു യോദ്ധാക്കളെ അള്ളാഹു ഒരു പുഴ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുന്നുണ്ട്. فمن شرب منه فليس مني. അതിൽ നിന്ന് കുടിച്ചവർക്ക് ഇന്ന് യുദ്ധത്തിന് വരാൻ കഴിയില്ല. ഭക്ഷണവും ഇല്ല, എന്തുമില്ല. എന്നിട്ട് വെള്ളം മുറിച്ചെടുക്കും വേണം. പുഴ കിടക്കുക, വെള്ളം കുടിക്കാൻ പാടില്ല. പറ്റിയാൽ ഒരു കൈ കൊണ്ട് കുടിച്ചോണ്ട് അങ്ങനെ കുടിക്കുക. ഇവര് വെള്ളം മുറിച്ചടന്ന് ജോർദാൻ നദി മുറിച്ച് കിടന്ന് പോവുക. അരി സൈന്യം, താലൂത്തിന്റെ കീഴിലുള്ള സൈന്യം. അതാണ് അൽ ബക്കർ പറഞ്ഞത്. ജോർദാൻ നദി മുറിച്ച് കടന്ന് പോവുക. ആ മുറിച്ച് കടന്ന് പോകുന്ന നേരത്ത് പറ്റക്കുഴങ്ങിയവർക്ക് എന്ത് ചെയ്യാ? എന്ത് ചെയ്യാ? ഒരു കൈക്കുമ്പിൾ തന്നെ ഇത്ര പറ്റൂല, ഇത്ര പറ്റൂല. ബിയദൈഹിയല്ല ഇല്ലാ മൻ യഗ്തറഫ ഉർഫതൻ ബിയദിഹി. ഒരു കൈ കൊണ്ട് അണ്ണ കൊന്ന് നനച്ചാൽ മതിയാവും, അത്ര മതി. പറ്റൂല. ഫലമ്മ ജാവസഹു ഹുവ വല്ലദീന ആമനൂ മഅഹു. എന്നാ കുറച്ച് ആളുകൾ വെള്ളം കുടിച്ചു. പുഴ കടന്നപ്പോൾ അവർ താലൂത്തിനോട് പറഞ്ഞു, ലാ ത്വാഖത ലനാ, ഞങ്ങൾക്ക് വയ്യ. അപ്പൊ ഭൂരിഭാഗം ആളുകൾ എന്ത് ചെയ്തു? വെള്ളം കുടിച്ചു. അങ്ങോട്ട് കുടിച്ചു. ദാഹമുണ്ട്, വെള്ളം കുടിച്ചു. നദി വിട്ട് കടന്നപ്പോൾ ഇത്ര പച്ച മലയാളം പോലെയാണ് ഖുർആൻ അവിടെ വിശദീകരിക്കുന്നത്. فلما جاوزه هو والذين آمنوا معه. താലൂത്തിന്റെ കൂടെ പുഴ കടന്നപ്പോൾ ഭൂരിഭാഗം സൈനികരും പറഞ്ഞു, ലാ ത്വാഖത ലനാ, ഞങ്ങൾക്ക് യാതൊരു കഴിവുമില്ല, ഞങ്ങൾക്ക് ഇന്നൊരു ആരോഗ്യം എടുക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് കഴിയില്ല, വയ്യ, ഞങ്ങളിവിടെ കിടക്കുക. പോയി മാട്ടുന്ന. അപ്പൊ കുറച്ചാളുകൾ വെള്ളം കുടിച്ചിട്ടില്ല. അള്ളാഹുവിനെ കാണേണ്ടി വരും, അവന്റെ നിയമം പാലിക്കേണ്ടി വരും എന്നൊക്കെ മനസ്സിലാക്കിയ വെള്ളം കുടിക്കാതെ പോകുന്ന കുറച്ചാളുകൾ പറഞ്ഞു,
ഖലീല വലബത്തു ഫിയതൻ കസീറതൻ ബിഇذനില്ല. ചെറു സംഘങ്ങളാണല്ലെങ്കിലും വലിയ സംഘത്തെ ജയിച്ചത്. നമുക്ക് പോകാം. അവർ പോയി, അവർ ജയിച്ചു. ഒരു അഭിപ്രായ പ്രകാരം ബദരീങ്ങളെണ്ണ പോന്നിട്ടുള്ളൂ. 70,000 ആളുകൾ പുഴ കടന്നപ്പോൾ പിന്നെ താലൂത്തിൻ്റെ കൂടെ ഉള്ളത് ബദരീങ്ങളെണ്ണാണ്. അതായത് 301. പുഴ കിടക്കോളം എത്ര ആളുണ്ട്? 70,000. അപ്പുറത്ത് 2 ലക്ഷം. ഗോളിയാത്തിനോട് യുദ്ധത്തിന് അവർ പോണത്. ബൈബിളിലുണ്ട് ഈ സംഭവം. ഗോളിയാത്തിനോട് യുദ്ധത്തിന് പോകുന്ന ഇവർ 70,000, ഗോളിയാത്തിന്റെ പണം 2 ലക്ഷം. യുദ്ധത്തിന് പോവാണ് ഇവർ. പുഴ കിടന്നപ്പോ പിന്നെ എത്രയായി? 323. ബാക്കി അവിടെ പുഴമാട്ടപ്പോൾ കിടന്നു. നിങ്ങൾ പോയിക്കോ, ഞങ്ങൾക്ക് വയ്യ. നാളെ ആണെങ്കിൽ പോലെ എന്നാവൂല വയ്യ. വെള്ളം കുടിച്ച് നോക്കുമ്പോൾ ഒരു സുഖം കിട്ടി. എന്നാ അപ്പൊ ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞു? ഓരോട് കിടന്നോട്ടെ. നമ്മളതിന് പോലെ കണക്കാക്കണമല്ലോ. നമുക്കിതിരെ മടങ്ങിപ്പോരാൻ വേണ്ടി പോയാൽ ഇക്ക പോലെ ആർക്ക് വേണ്ടി ഉള്ള വേണ്ടി നമുക്ക് പോവാ. അള്ളാഹു കൂടെ ഉണ്ടെങ്കിൽ ചെറു സംഘവും വലിയ സംഘത്തെ ജയിക്കും. പോവാ. فلما برزوا لجالوت وجنوده قالوا ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. അപ്പോൾ അവർ യുദ്ധക്കളത്തിലേക്ക് അടുത്തപ്പോൾ അവർ പറഞ്ഞു, അല്ലാ, ഞങ്ങൾ കുറച്ച് മുന്നോട്ട് ചെല്ലാൻ ആളേ ഉള്ളൂ. അവർ 2 ലക്ഷം. ഇന്ന് ഞങ്ങളെ കാൽപാദങ്ങളെ നീ ഉറപ്പിച്ചത്. അഫ്രി അലൈനാ സബ്റ, ഞങ്ങൾക്ക് ക്ഷമ നീ ചൊരിച്ചിരുന്നു. കുറച്ചൊന്നും ക്ഷമ പോരാ. ഞങ്ങൾക്ക് എണ്ണമില്ല, ഞങ്ങൾ മുന്നൂറ്റില്ലാൻ ആളേ ഉള്ളൂ. അവരോ 2 ലക്ഷം. അപ്പൊ ഞങ്ങൾ ചരിച്ചിരുന്നു. എന്ത് കുറച്ചൊന്നും ക്ഷമ തന്നാ പോരാ. ഞങ്ങൾക്ക് നീ ക്ഷമ അഫ്രിയക്ക് മനസ്സിലായി? അഫ്രിയക്ക് ഞങ്ങൾക്ക് ഒരാൾ വെള്ളം കുടിക്കുന്ന പാത്രത്തിലേക്ക് ഒരാൾ ഒഴിച്ചുകൊണ്ടേ ഇരിക്കുക. ഇതിനാണ് ആ പറഞ്ഞ വാക്ക് ഇഫ്രാഖ്. അഫ്രിയക്ക് ചൊരിച്ചിരണം. അലീന ഞങ്ങളെ മേൽ സുബ്രൻ, ക്ഷമ. വസബ്ബിത് അഖ്ദാമന, ഞങ്ങളെ കാൽപാദങ്ങളെ ഉറപ്പിച്ചത്. ഇതിനില്ല. ഗോളിയാത്തിന്റെ 2 ലക്ഷമുള്ള സൈന്യത്തെ ഇവരാണ് പരാജയപ്പെടുത്തിയത്. കണ്ടത്. കാരണം ഇവര് മറ്റൊരു മനസ്സിലാക്കി, ഇതൊരു സാമ്പിളായിരിക്കും ബാക്കി രാജ്യാതി ഉണ്ടാവും. ആദ്യം തന്നെ ദ്വന്ദ്വ യുദ്ധം തുടങ്ങിയത് ജാലൂത്തും ദാവൂദും തമ്മിൽ അലൈഹിസ്സലാം. തമ്മാടിയായ താലൂത്തിനോട് ദ്വന്ദ്വ യുദ്ധത്തിനിറങ്ങിയ ആര്? ദാവൂദ്. അന്ന് ദാവൂദ് നബി അല്ല അലൈഹിസ്സലാം. ദാവൂദിന്റെ കയ്യിൽ എപ്പോഴും ദാവൂദ് ആട്ടിടയനാ. എപ്പോഴും എന്തുണ്ടാവും? കുറുനരിയെയും കുറുക്കനെയും ഓടിക്കണ ഒരു കവണുണ്ട്. ആ കവണയിൽ കല്ലിടും. കല്ലിട്ട് ചുഴറ്റിയ കൃത്യമായിരിക്കും. അപ്പൊ ദാവൂദ് എന്ത് ചെയ്തു? അലൈഹിസ്സലാം. അന്ന് ദാവൂദ് നബി അല്ല അലൈഹിസ്സലാം. ഈ ഗോളിയാത്തിനിറങ്ങി. ഗോളിയാത്ത് ഭയങ്കര ഫാൻമാനാണ്. ദാവൂദ് വളരെ കസീറുൽ ഖാമ, ചെറിയ മനുഷ്യനാണ്. ഗോളിയാത്തിനൊരു അടിക്ക് തികയില്ല. എന്ത്? ഗോളിയാത്ത് കൈയടിച്ചൊരു ഒറ്റ അടി അടിച്ച് തീരുന്ന ആളാണ് ആര്? ദാവൂദ്. പക്ഷെ അള്ളാഹു ദാവൂദിനെ സാധിച്ചു. വെള്ളം കുടിക്കാതെ പോകുന്നതാണ്. അടുത്ത് ചുറ്റി ഒരൊറ്റ ചത്തു. അപ്പോൾ അവരുടെ സൈന്യം പറഞ്ഞു, അവരെ കൂട്ടത്തിലൊരു കുട്ടിക്ക് എങ്ങനെ കഴിവുണ്ടെങ്കിൽ നമ്മൾ ജീവൻ കളയണ്ട. നമ്മൾ ബപ്പന്റെ ബലത്തിലാണ് വരുന്നത്. ആര്? ഒരു 100 ആളെ ഒറ്റടിക്ക് തല്ലുന്ന ആളാണ് ആര്? ജാലൂത്ത്. ആ ജാലൂത്തിന്റെ ധൈര്യത്തിൽ നമ്മൾ വന്ന് ഇവര് പാഞ്ഞ എന്ത് സമർപ്പിക്കുന്ന ജനതയെ അത് സഹായിക്കും. അല്ലാഹു അറബികളെ സഹായിക്കില്ല. അവർ കള്ളപ്പരീക്ഷകളാണ്. അറബികളെ സഹായിക്കില്ല. അറബികൾ മാത്രമാണ് ഇന്ന് മുസ്ലിങ്ങൾ ശാപം. അറബികൾ മാത്രമാണ്. സുഗലൂരുകൾ അറബികളൊന്നും സഹായിക്കില്ല. അടുത്തൊന്നും സഹായിക്കില്ല. മഹ്ദി ഇമാം അവരിൽ നിന്നുള്ള പട്ടാളവും ആവൂല. അത് ഷാമികളായിരിക്കും. അവർ ലോകത്ത് മാറ്റം കൊണ്ടുവരും. 21-ാം നൂറ്റാണ്ടിൽ നീതി നടപ്പിലാവുകയാണെങ്കിൽ അത് ഷാമി ജനതയിലേക്ക് മഹ്ദി ഇമാം വരലാണ്. അതന്നെ. അല്ല കുട്ടികളെ, ഞാൻ പറയട്ടെ, ഈസ നബി ഇറങ്ങി വരുന്നല്ലേ മക്കത്ത് കല്ലിന്നല്ലേ ബർക്കത്തിൽ എന്ന് ഇറങ്ങി. നമ്മളെ മറ്റേ എന്താ അവിടെ ബുർജ് എന്തേലും വലിയ ക്ലോക്ക് ടവർ, അവിടെ നിന്ന് ഷവർമയൊക്കെ തിന്ന്. അപ്പം
ഉസ്താദന്മാരൊക്കെ പയങ്ങി ഈസാ നബി വന്നു, അറബികളും വന്നു. നല്ല ഒരു ഫാത്തിഹ വിളിച്ചാൽ ഫാത്തിഹ നമുക്ക് പോവുക. എന്തേ അങ്ങനെയല്ലല്ലോ. മക്കത്തും മദീനത്തൊന്നും അല്ലല്ലോ മദീമാ ഇറങ്ങാൻ. എന്താ മക്കത്തും മദീനത്ത് ഇറങ്ങിക്കൂടെ? മദീമ വരുമ്പോൾ മക്കയും മദീനയും തമ്മാടികളായിരിക്കും. അതാ കാരണം. ഇവർ തമ്മാടികളല്ലെങ്കിൽ ആരുടെ തമ്മാടികൾ? ഈ അറബികൾ തമ്മാടികളല്ലെങ്കിൽ ആരുടെ തമ്മാടികൾ? പരിശുദ്ധ ലാ ഇലാഹ ഇല്ലല്ലാഹുവരെ ബഹുമാനം കെടുത്തിയില്ലേ ഇന്നലെ? ഷാമികളിലേക്ക് ഇറങ്ങും. കാരണം ഷാമികൾ പോവുകയും ചെയ്യും. എന്തുകൊണ്ട്? മനസ്സിലായില്ല അവർക്ക്. എന്താണ് ഏതായാലും നിലത്ത് ആട്ടിറച്ചിൻ്റെ കുറച്ച് ബാക്കിയുണ്ട്, അത് ഞാൻ പാത്രത്തിലെടുക്കാൻ പറയാൻ എനിക്കില്ല. അവർക്കൊന്നും ഉണ്ടാവില്ല. അപ്പം പിന്നെ അവർക്ക് വേഗം പോകാം. മനസ്സിലായില്ല? അപ്പോൾ ബാപ്പയും മക്കളും കൂടി കുറച്ച് ആട്ടിറച്ചിയും പോത്തിറച്ചിയും കൂടി കിട്ടിയാണ്ട് പാക്ക് ചെയ്യേണ്ട നേരമൊന്നും അവർക്ക് ഉണ്ടാവില്ല. കാരണം ഓരോ കയ്യിൽ ആട്ടിറച്ചില്ല, പോത്തിറച്ചില്ല. മലപ്പുറത്തൊന്നും ഒരാളെയും കൊണ്ടുപോവില്ല. കാരണം നമ്മൾ ആദ്യം അന്വേഷിക്കാം ഇവിടെ ബീഫ് കിട്ടുമോ. മഹദിമാമ മലപ്പുറത്തുനിന്ന് ഒരാളെയും കൊണ്ടുപോകില്ല. ഒരു ജമിയത്തുൽ ഉലമയും കൊണ്ടുപോയില്ല, ജമിയത്തുൽ ഉമറിനെയും കൊണ്ടുപോയില്ല. ഇതാളെയും കൊണ്ടുപോയില്ല. ഓരോന്നും മോശമാണെന്ന് ഈ പറഞ്ഞ മാനല്ല. മഹദിമാമ കൊണ്ടുപോയില്ല. മഹദിമാമ കൊണ്ടുപോകുന്നവർക്ക് വേറൊരു സ്വഭാവമാണ്. ഒന്ന്, അവർ ഹക്കനെ തിരഞ്ഞെടുക്കണം. 2, അവർ സുഖലോലുപത ഇല്ലാതായിരിക്കണം. സുഖലോലുപനായ ഒരു ജനതയ്ക്ക് ജയിക്കാൻ കഴിയില്ല. അവസാനിപ്പിക്കാം. ബദർ ഒരു സുഖലോലുപർക്കെതിരെ സാധുക്കളായ ജനങ്ങൾ നടത്തിയ സമരമാണ്. എന്ത് ബദർ? അതൊരു സിമ്പല. ബദറിനെ എവിടെയും കൊണ്ടുവയ്ക്കാം. ബദറിനെ എവിടെയും കൊണ്ടുപോയി വെക്കാം. 7-ാം നൂറ്റാണ്ടിൽ സ്പെയിനിലേക്ക് വന്ന താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ സ്പെയിനിലെ രാജാവ് ബ്രിട്ടനിലേക്ക് ഓടി. എനിക്കൊരു സൈന്യത്തെ തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ബ്രിട്ടനിലെ രാജാവ് പറഞ്ഞു, നിനക്ക് ഞാൻ കൊട്ടാരം പണിത് തരും, സൗകര്യങ്ങൾ വരും, ഇവിടെ പാർത്തു. ഇപ്പോൾ ഞാൻ അവർക്കെതിരെ നിനക്കൊരു സൈന്യം തന്നാൽ എൻ്റെ സൈന്യത്തെ മുഴുവൻ ഇല്ലാതാക്കലായിരിക്കും എൻ്റെ ദുരന്തഫലം. ഇവിടെ പാർത്തു, നിനക്ക് സന്തോഷം പിടിച്ചെടുക്കും ബ്രിട്ടനിൽ. ഇനി ഒരു കാലം വരും, അവരെ മക്കൾ സുഖലോലുപരം. അന്ന് നമ്മളെ മക്കൾ തിരിച്ചെടുക്കും. നടന്നു. AD 16-ാം നൂറ്റാണ്ടിൽ ഫെർഡിനൻഡ് രാജാവ് വന്നിട്ട് 10 ലക്ഷം ആളുകളെയാണ് ഒരൊറ്റ സമയത്ത് കൊന്നത്. എന്തുകൊണ്ട്? അപ്പോഴത്തിന് 7-ാം നൂറ്റാണ്ടിൽ വന്ന ജനതയെ 16-ാം നൂറ്റാണ്ടിലാണ് ഫെർഡിനൻഡ് രാജാവ് തിരിച്ചെടുക്കുന്നത്. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അപ്പോഴത്തിന് സ്പെയിനിലെ മുസ്ലിമീങ്ങൾ ആരായി? നമ്മളെപ്പോലെ തന്നെ കുഴിമന്തി പിന്നെ എല്ലാവർക്കും ജയിക്കാം. അടിച്ചു തുടച്ചു. ബാക്കിയുള്ളവരെ മുഴുവനും മതം മാറ്റി. ലോക ചരിത്രം കണ്ട ഏറ്റവും വലിയ ദുരന്തം സ്പെയിനാണ്. ഇതിന് കാരണം സുഖലോലുപതയാണ്. സുഖലോലുപത കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പഠിച്ചോ എനിക്ക് നേമത്ത് നൽകിയെന്ന. ഒരിക്കലുമല്ല. പഠിച്ചോ എന്നെ സൃഷ്ടിക്കണം. ഒരിക്കലുമല്ല. നമ്മളൊക്കെല്ലാം ഇപ്പം എന്താ വിചാരിക്കുന്നത്? അള്ളാന്റെ നേമത്തുകൊണ്ടാണ്. കുമിഞ്ഞുകൂടുന്നത് അള്ളാന്റെ നേമത്തൊന്നല്ല. ഞാൻ പറയാം. പിന്നെ ഇപ്പം പറയാനായിട്ടില്ല. പറയും. ഈ കൊല്ലം പറയും. 2024 പറയും. അപ്പം മനസ്സിലാവും. അറബികളെ എനിക്ക് തിരിഞ്ഞതുകൊണ്ടാണ് ഞാൻ അറബികൾക്കെതിരെ പറയുന്നത്. ഈ അറബികളെ കൊണ്ട് മുസ്ലിങ്ങൾക്ക് രക്ഷയുണ്ടാവില്ല. അതേസമയത്ത് ഷാമികളെ കൊണ്ടുണ്ടാവും. എന്തുകൊണ്ട്? ദാരിദ്ര്യം, കഷ്ടപ്പാട്. ഒരു നാട്ടിൽ ചെന്നാൽ അവരെ ഏറ്റെടുക്കൂല. വഞ്ചിയിൽ പോയിട്ടൊരു നാട്ടിൽ ചെല്ലുമ്പോൾ ആ വഞ്ചി കടലിലേക്ക് പിന്നെ ഉന്തി വിടും. ആ ജനതയുടെ കഷ്ടപ്പാടത്തിലിരിക്കും. ഒരു നാട്ടിൽ അഭയം തേടാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ അതിർത്തിയിൽ കാവൽ നിൽക്കുന്നവരെ ആ വഞ്ചി എവിടുക്കനെ ഉന്തും. മാസക്കണക്കിന് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യണത്? ഒരു കര കാണുന്നത്. ആ കരയിൽ നിൽക്കുന്നവർ അങ്ങോട്ട് ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ മാറാപ്പാണ്, ഇങ്ങോട്ട് വരണ്ട.
ഈ ഭൂമിയിൽ എവിടെയും അവർക്ക് അഭയമില്ല. ഷാമികൾക്ക് എവിടെ പോയാലും ഒരു ഉന്തി വിടും. എന്നെങ്കിലും അവർ കര കിട്ടിയാൽ പിന്നെ ഒരു ആൺകുട്ടികളാവും. എന്തുകൊണ്ട് പറയേ? എന്തുകൊണ്ട്? അവർക്കിനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല. മനസ്സിലായില്ലേ? ഇത്ര പാടാണ്. ബദറിൽ പാഠം പഠിച്ചിട്ട് ഒരു യാസീൻ ഓതിയിട്ട് പിന്നെ തിന്നാണ് ഇത്രക്കില്ല. നമുക്ക് പാടല്ല. ഇന്നലെയും തിന്നായിരുന്നു. റമദാൻ 17-നും തിന്നൽ തന്നെയാണ്, 17-നും തിന്നൽ തന്നെയാണ്, 18-നും തിന്നൽ തന്നെയാണ്, 19-നും തിന്നൽ തന്നെയാണ്. പാഠം ആണ്ടൊക്കെ നല്ലതാണ്, പക്ഷെ പാഠം കൂടി പഠിക്കണം. ഈ അവസ്ഥയിൽ നമുക്ക് ജയിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? സുഖലോലുപത. അവർ ജയിച്ചു, അവരിഞ്ഞും ജയിക്കും. ഏതൊരു ജനതയെ അവരാരായാലും വേണ്ടിയിലാണ്. ഏത് ജനത ഒരു അള്ളാഹു അല്ല റബ്ബല്ലേ സഹായിക്കും. അത് മുസ്ലിം ആയിക്കൊള്ളൊന്നുമില്ല, കുടുങ്ങിയോ സഹായിക്കും. كم من فئة قليلة غلبت فئة كثيرة بإذن الله والله مع الصابرين. والله مع الصابرين. അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. നമുക്കെന്താ ക്ഷമ? നമുക്ക് ക്ഷമ ഉണ്ടോ? നമുക്ക് ക്ഷമ എന്തിന്? എന്താ ക്ഷമ? ഇത് മുന്തിരി ജ്യൂസ്, ഇത് പേരക്ക ജ്യൂസ്, ഇത് പൈനാപ്പിൾ ജ്യൂസ്, ഇത് ഓറഞ്ച് ജ്യൂസ്, ഇത് ആപ്പിൾ ജ്യൂസ്, ഇത് മുശക്കല്, മിക്സ്ഡ് ഫ്രൂട്ട്. ഇവിടെ നമുക്ക് ക്ഷമ വേണം. എന്ത്? ഒന്നിനെടുത്താൽ മറ്റേന്റെ രുചി കുറച്ചും കൂടെ കഴിഞ്ഞിട്ടല്ലേ കിട്ടുള്ളൂ എന്നുള്ളൊരു ക്ഷമ. അപ്പൊ മറ്റേന്റെ രുചി ആസ്വദിക്കാൻ നമ്മൾ കുറച്ചും കൂടി നേരം പോകുന്നു എന്ന ക്ഷമ. അതല്ല എന്താ നമുക്ക് ക്ഷമ? മന്തിയും മന്തിയുണ്ട്, ബ്രോസ്റ്റും ഉണ്ട്, പിന്നെ കബ്സ ഉണ്ട്, ബിരിയാണി ഉണ്ട്, നെയ്ച്ചോറുണ്ട്. അവിടെ നമുക്ക് ക്ഷമമാണ്. എന്ത്? മന്തിയാണെങ്കിൽ മന്തിൻ്റെ രുചിയാവുള്ളൂ. അപ്പം നമ്മൾ ക്ഷമിക്കണം. എന്ത്? നെയ്ച്ചോറേ അവിടെ നിൽക്ക്, കുറച്ച് ഞാൻ തിന്നോളട്ടാ സോനെ. അപ്പം നമ്മൾ ക്ഷമിക്കാണ്. എന്ത് പറയടാ? എന്ത് എന്ത് നെയ്ച്ചോറിൻ്റെ രുചി കുറച്ച് നേരം കൂടി നമ്മളെ നാവിനെ തടഞ്ഞു വെച്ചു എന്നുള്ളതാണ് നമ്മളെ ക്ഷമ. ഓ ഭയങ്കര, അതാണ് നമ്മുടെ ക്ഷമ. മറ്റൊരു തിന്നാൻ തന്നെയല്ല. വല്ലാഹു മഅ സ്വാബിരീൻ. അതാണ് ക്ഷമ. നമുക്കെന്ത് ക്ഷമ? ബിരിയാണി ഉണ്ടാക്കണമെന്നൊരു മകള് പറഞ്ഞു, നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. മറ്റുള്ള പറഞ്ഞു നെയ്ച്ചോറുണ്ടാക്കാം. അപ്പൊ മറ്റൊരുത്തി പറഞ്ഞു, ഇന്ന് നമുക്ക് പുറത്തുപോയി നോമ്പറക്കാം. ഇന്ന് പെരയിൽ ബിരിയാണി ഉണ്ടാക്കൂല, നെയ്ച്ചോറുണ്ടാക്കൂല, നമുക്ക് പുറത്തുപോയി നോമ്പറക്കാം. അവസാനം വർത്താനം അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞിട്ട് അവള് തോറ്റുപോയി. പെരയിൽ ബിരിയാണി ഉണ്ടാക്കാം എന്ന് പറഞ്ഞോളാണ് ജയിച്ച്. അപ്പോൾ പിന്നെ ഓക്കൊരു ക്ഷമമാണ്. എന്ത് പറയേ? അമ്മ എന്ത് പറഞ്ഞേ? നമുക്ക് നാളെ പോകാം കുട്ടി. അപ്പോൾ ഓക്കൊരു ക്ഷമമാണ്. ഇതുവരെ നാളെ മഗ്‌രിബ് വരെ പുറത്തുപോയി തിന്നാൻ കഴിഞ്ഞില്ല. ഇവിടെ തിന്ന നേരത്ത് പറയുമാണ് എൻ്റെ ക്ഷമ കൊണ്ടാണ്. അല്ലെങ്കിൽ തല്ലുണ്ടാക്കി എനിക്ക് ഇവിടെ കഴിയായിട്ടില്ല. അതാണ് നമ്മളെ ക്ഷമ. ഓ ഫലസ്തീനിലെ കുട്ടിയാക്കതല്ല, തിന്നല്ല. അതാണ് ലക്ഷക്കണക്കിന് പട്ടാളത്തിന്റെ അധിപതിയായ ലൂയിസ് 14 ദരിദ്രനാരായണന്മാർ ജയിച്ചു. അതാണ് ഫ്രഞ്ച് വിപ്ലവം. ലക്ഷക്കണക്കിന് പട്ടാളമുള്ള ലൂയിസ് 14 തോറ്റു. ആരും മുന്നിൽ? ഒരുത്തരം പോന്ന കുറുവടി വരെ കയ്യിലില്ലാത്ത സാധാരണ ജനങ്ങളെ മുന്നിൽ തോറ്റു. എന്തുകൊണ്ട്? എല്ലായിടത്തും ബദറാണ് നടന്നത്. അതിൽ ബദറാണ്. എന്റെ ആളുകൾ കൊട്ടാരത്തിന്റെ മുന്നിൽ വെച്ച് ബഹളം വലിച്ചു. 18-ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗം, 1879 സംഭവം. അപ്പോൾ ലൂയിസ് 14 ചക്രവർത്തി ഇങ്ങനെ പുറത്ത് ആളുകൾ ബഹളം വെക്കണപ്പോൾ പ്രധാനമന്ത്രിയോട് ചോദിച്ചു, എന്താ? അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു, അവർ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാ പറഞ്ഞിട്ട് ആ ബഹളം വെക്കണത്. അപ്പൊ രാജാവ് പറഞ്ഞു, ഭക്ഷണം കഴിക്കാത്തതിന് ഇവിടെ ബഹളം വെക്കണം എന്തിനാ? അവർക്ക് കേക്ക് വാങ്ങി കഴിക്കാൻ പറഞ്ഞു. എന്താ ഈ വാക്കാ ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാക്കിയത്? എന്തുകൊണ്ട്? അതായത്
ദാരിദ്ര്യം കൊണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളത് ചിന്തിക്കാൻ ആർക്ക് കഴിയുന്നില്ല. ഭക്ഷണം ഇല്ലാത്ത നേരെ ആരെ മനസ്സിലില്ല. ലൂയിസ് ബനാലാമന്റെ മനസ്സിലില്ല. ലൂയിസ് ബനാലാമൻ ഭക്ഷണം ഒഴിവാക്കൽ ആകെ വയറ്റി നോക്കേണ്ട ദിവസമാണ്. അന്ന് അയാൾ കേക്ക് മാത്രമേ കഴിക്കൂ. അപ്പൊ ലൂയിസ് ബനാലാമൻ എന്ത് മനസ്സിലാക്കി? ഇത്രയേറെ ആളുകൾ കൊട്ടാരത്തിന് മുന്നിൽ വരാൻ കാരണം ഭക്ഷണം ഇല്ല എന്നാ, ഭക്ഷണം കഴിക്കണില്ല എന്നാ പറഞ്ഞു. അപ്പൊ ഇവർക്കൊക്കെ വയറ്റി നോക്കായിരിക്കും. അപ്പൊ അവര് എന്ത് തിന്നട്ടെ? കേൾക്കുന്ന റൊട്ടി കഴിച്ചാൽ മതിയല്ലോ. ഇന്ന് റൊട്ടി മാത്രം കഴിക്കാൻ പറയൂ. ഇന്ന് കറി വേണ്ട, റൊട്ടി മാത്രം കഴിക്കാൻ പറയൂ. ഈ ഒരു വാക്കൊന്ന ഫ്രഞ്ച് പേപ്പറുണ്ടായത്. ജയിച്ചനടക്കി. ലക്ഷക്കണക്കിന് പട്ടാളുണ്ടായിട്ടും ലൂയിസ് 14 ഒന്നുമല്ലാതായി. സാധാരണ പൊതുജനം കൊട്ടാരത്തിക്കണ കയറി. എന്തുകൊണ്ട്? അവരാരാ പറയേ? അതൊരു ബദറാണ്, ബദറാണ്. കമ്മിൻ ഫിഅത്തിൻ ഖലീല. ഇല്ലാത്തവര് ഉള്ളവര് ജയിച്ചു. ലോകത്ത് എന്നും അങ്ങനെയാണ്. ഇല്ലാത്തവരാരെ ജയിക്കും? പറയേ? ഇല്ലാത്തവര് ഉള്ളവര് ജയിക്കും. അവരെ കയ്യിൽ തെറ്റായ ആശയാണെങ്കിൽ ജയിക്കും. തെറ്റായ ആശയാണെങ്കിൽ പോലും ചിലപ്പോൾ ജയിക്കും. എന്തുകൊണ്ട്? ദാരിദ്ര്യം. അപ്പൊ പിന്നെ അവരെ കയ്യിൽ ശരിയായ ബദരീങ്ങളെ പോലെ ശരിയായ ആശയം കൂടിയാണെങ്കിൽ അതിന്റെ മഹത്വത്തിന് كم من فئة قليلة غلبت فئة كثيرة بإذن الله. സുഖലോലുപത നമ്മെ ബാധിച്ചു. നമുക്ക് ബദരീങ്ങൾ എന്ന് പറയാനുള്ള അവകാശം ഒന്നുമില്ല. നമ്മളെല്ലാം നഷ്ടപ്പെടുത്തി, ഇസ്സത്ത് നഷ്ടപ്പെടുത്തി, എല്ലാം നഷ്ടപ്പെടുത്തി. സുഖലോലുപതയുടെ പിന്നാലെ ഓടി എല്ലാവരും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബദരീങ്ങൾ ഒരു സിമ്പലാണ്, ബദരീങ്ങൾ ഒരു പാഠമാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ട്? അവരൊന്നും നഷ്ടപ്പെടാനില്ലാതെ പുണ്യ റസൂലുള്ളാഹിന്റെ മുന്നിൽ പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരല്ലാഹു ജയിപ്പിച്ചു. പരലോകത്തെ ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്ക് മറ്റു മലക്കുകളെക്കാൾ പ്രാധാന്യമാണ്. ബദറിൽ പങ്കെടുത്ത മലക്കുകൾ സാധാരണ മലക്കുകളല്ല. ബദരീങ്ങൾ സാധാരണ മനുഷ്യരല്ല. ബദരീങ്ങളെ ഹക്കുണ്ടെന്ന് പറയാൻ കാരണം അവർക്ക് ഹക്ക് ഉണ്ടായതുകൊണ്ടാണ്. എന്റെ ഹക്കുണ്ടെന്ന് പറഞ്ഞൂടെ? എന്റെ കയ്യിൽ ഹക്കില്ല. ഇപ്പൊ ചില ആളുകൾക്കൊരു ബേജാറാ, ബദരീങ്ങളെ ഹക്കുണ്ട് എന്നാ പറയുന്നത്. ബദരീങ്ങളായി മാത്രം ഉണ്ടെങ്കിൽ ഞാനും ബദരീങ്ങളെ പോലെ ഒരു നിരക്കൊക്കെ ആണെങ്കിൽ ഇജാണ് ബദരീങ്ങളെക്കാൾ ഉഷാർ. കാരണം ബദരീങ്ങൾ മര്യാദയ്ക്ക് ഉറുകം കത്തം തീർക്കാത്തവരാണ്. ഈ റമദാനായിട്ട് 10 കത്തപ്പ് കഴിഞ്ഞു. മത്സരി ചെല്ലുവാനകത്ത് മദർ ശ്രോതാക്കളെ നമ്മൾ കണ്ടുമുട്ടിയാൽ നമ്മൾ പറയും, എന്ത് നിങ്ങൾ കൂടാൻ കണ്ടി കുറച്ചായത് ഞങ്ങളിപ്പോ ഞാൻ മരിച്ച ഈ അവസാനത്തെ റമദാനിൽ വരെ ഞാൻ 12 ഖത്തം തീർത്തിട്ടുണ്ട്. ഓരോ 10 4 ഖത്തം 12 ഖത്തം ഞാൻ തീർത്തു. എൻ്റെ മൂത്തമ്മ 20 ഖത്തം തീർത്തു. ബദരീങ്ങൾ ഖത്തം തീർത്തില്ല. അള്ളാഹ് തീർത്താനല്ലേ ഒരു തീർക്കുള്ളൂ. 10 മിനിറ്റ് മുമ്പ് മരത്തുമെന്ന് വീണ ഒരുത്ത കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി. സക്രാത്തിന്റെ ആയില്ലാണ്. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ 1/2 മണിക്കൂർ മുമ്പ് കൊണ്ടുവരാണെങ്കിൽ നമുക്ക് ജീവൻ രക്ഷിക്കായിരുന്നു. അപ്പൊ ഇവര് പറഞ്ഞു, എന്ത് വീണ് കിട്ടിയില്ല. വീണിട്ടുണ്ട്, വീണിട്ട് 10 മിനിറ്റ് ആയിട്ടുള്ളൂ. അതന്നെ നമ്മൾ പഠിക്കണം. ഇതൊക്കെ പഠിക്കണം. അല്ലാഹു ഇന്ന് എൻ്റെ ഒപ്പം ഉണ്ടാവും. ഈ ഒന്നുമില്ലാത്തവനാകണം, പാവപ്പെട്ടവനാകണം. സുഖലോലുപത അതുകൊണ്ട് വരുന്ന അഹങ്കാരം ഒരിക്കൊന്നും ജയിക്കാൻ കഴിയില്ല. ചിന്തിക്ക്. ഒന്നും ജയിക്കാൻ കഴിയില്ല. സുഖലോലുപർക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവില്ല. ബദരീങ്ങൾക്ക് ഹക്കുണ്ട്. ബദരീങ്ങളുടെ അതുകൊണ്ട് ഞാൻ എനിക്ക് ഹക്കില്ല. ഞാൻ അവരെ ഹക്ക് കൊണ്ട് അവരെ ഹക്കുണ്ട്. അത് ഹക്കാന്ന് അള്ളാഹ് സമ്മതിച്ചിട്ടുണ്ട്. എൻ്റെ ഹക്ക് ഉറപ്പില്ല. മനസ്സിലായി? നമ്മളിപ്പോൾ എന്താ ദ്വാരക്ക ബദരീങ്ങളുടെ ഹക്കുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുത്തുന്നത്. അവർക്ക് ഹക്കുണ്ട് എന്ന് അള്ളാഹ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഹക്ക് ഉറപ്പില്ല.
അവരെ അക്കന്നെയാണ്. അതാര് സർട്ടിഫിക്കറ്റ് കിട്ടും? അല്ലാഹു തആല ലഅല്ലല്ലാഹു തആല അലാ അഹ്ലി ബദരിൻ ഫഖാല യഅമലു മാ ശിഅ്തും. ബദർ യുദ്ധം കഴിഞ്ഞപ്പോൾ അല്ലാഹു അവരോട് പറഞ്ഞു, ഇനി നിങ്ങൾ തെറ്റ് ചെയ്താലും നിങ്ങളെ ഞാൻ ശിക്ഷിക്കൂല. ഒരു ജനതയോട് അല്ലാഹു പറയാ, തെറ്റ് ചെയ്താൽ ശിക്ഷിക്കൂല, തെറ്റ് ചെയ്യൂല. അത് നല്ലൊരു പക്ഷെ പറഞ്ഞല്ലോ അല്ലാഹു, നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് എന്തില്ല, ശിക്ഷയില്ല. എന്തുകൊണ്ട്? അങ്ങനത്തെ ഒരു കൗമല്യത്. അതുറപ്പല്ലേ? ഈ സുഖമില്ലാതെ കിടന്നു, ഈ സുഖമില്ലാതെ കിടന്നപ്പോൾ എൻ്റെ ഭാര്യ, ഒരു മനുഷ്യൻ എൻ്റെ അടുത്തേക്ക് വരാത്തത്ര രോഗം ഉണ്ടായി. അന്ന് എൻ്റെ കാട്ടവും മൂത്രവും എടുത്തും കഷ്ടപ്പെട്ടും കൂടെ നിന്നും ചീഞ്ഞളിഞ്ഞ വാസന യാതൊരു അറപ്പില്ലാതെ നോക്കി അങ്ങനെ നിന്നെ പോറ്റിയ ഒരു ഭാര്യ രോഗം മാറിയിട്ട് എന്താ പറഞ്ഞു? എന്താണെങ്കിലും ഇനി ഞാൻ എന്നെ ഒഴിവാക്കൂല. അവളെ പെരേക്ക് പോയിട്ട് പിറ്റേന്ന് വരേണ്ട അവള് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പം എന്താ പറയുക? അന്ന് എന്നോട് ചെയ്ത സേവനം കാരണമാണ് കേട്ടോ, അല്ലാതെ എനിക്ക് എൻ്റെ സ്വഭാവം നിനക്കറിയാലോ. പറയേ ഇതെന്നാ മതി നിങ്ങളോട് അല്ലാഹു പറഞ്ഞ്, നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ശിക്ഷയല്ല. കാരണം അതിന് മാത്രം പണി ഇപ്പം നിങ്ങളിവിടെ എടുത്തു. അപ്പം അത് നിങ്ങൾക്ക് ഹക്കുണ്ട്. ഇത് പറയാം മൗലവി ഹക്കുണ്ട് ഹക്കുണ്ട് ഹക്കുമ്പോൾ എന്തിനാ വിളിച്ചു പറയുന്നത്? നിനക്ക് ഹക്കില്ല മൗലവി. മൗലവി മുസ്ലിം കൂടി സ്റ്റേജിൽ തല്ലുകൂടാണ്. ഹക്ക് രണ്ടാക്കും ആലോചന ഇല്ല. ഹക്ക് ബദരീങ്ങൾക്കേ ഉള്ളൂ. തല്ല് ഇവിടെ നടക്കുന്നുണ്ട്. മനസ്സിലായില്ല? തല്ല് അവിടെ കൂടിയോണം തല്ല് ഹക്കില്ല, അവിടെ കൂടിയോണം ഹക്കില്ല. മനസ്സിലായില്ല? ഹക്കിന് വേണ്ടി വക്കണം കൂടുന്ന രണ്ടാളും കവറിന് വേണ്ടി വക്കണം കൂടിയേ. ഇത് കഴിഞ്ഞാൽ ഇവനക്കൊരു കവർ കിട്ടും, നാട്ടുകാരെത്തുന്ന ഇവനൊരു കവർ കിട്ടും. മറ്റവർക്ക് കവറുമില്ല, ഇവർക്ക് കബറേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ജയിച്ചു. കബറുള്ളവരൊന്നും ജയിക്കൂല, കബറുള്ളവർ ജയിക്കും. അവർക്ക് മരിച്ചിട്ടിയാൽ സ്വർഗത്തിലെത്താനുള്ള സന്തോഷം. ഒരു മരിക്കരുതേ എന്നുള്ളതിനാണ്, ദീർഘായുസ്സരനെയാണ് ബലിദാർക്കുന്നത്. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സഹാബികൾക്കറിയാം എന്തിന് മരിച്ചില്ലല്ലോ, മരിക്കാൻ പോയതാ. എന്തുണ്ട് ആ ജനത എങ്ങനെ ജയിക്കാതിരിക്കാൻ? ഒരു മരിക്കാൻ അറിഞ്ഞല്ലേ. റോമക്കാർ ഉമർ ഇബ്നുൽ ഖത്താബ്, ബൈസന്റിയൻ റോമക്കാർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നോട് മാന്യത കേട് കാട്ടി. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് കത്തയച്ചു, മാന്യത കേട് കാട്ടരുത്, മനുഷ്യത്വം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറണം. മനുഷ്യത്വത്തിന് അപ്പുറത്തേക്ക് കടന്നാൽ ഞാൻ ഒരു പടയെ നിങ്ങളിലേക്ക് പറഞ്ഞേക്കും. എൻ്റെ പട്ടാളത്തിന് അൽ മൗതു അഹബ്ബു ഇലൈഹിം മിൻ ഹുബ്ബിക്കും മിനൽ ഹയാ. നിങ്ങൾക്ക് ജീവിക്കാനുള്ളതിനേക്കാൾ ഇഷ്ടം എൻ്റെ പട്ടാളത്തിന് മരിക്കാനാണ്. അതുകൊണ്ട് ആ പടനെ പറഞ്ഞേക്കും. വിവരം അറിയും. മനസ്സിലായില്ല? എൻ്റെ പട്ടാളത്തിന് നിങ്ങൾക്ക് ജീവിക്കാൻ എത്രയാണോ കൊടി, അതിനേക്കാളാണ് എൻ്റെ പട്ടാളത്തിന് മരിക്കാൻ കൊടി. അങ്ങനത്തെ പട്ടാളം ഉണ്ടല്ലോ, അവരെ പറഞ്ഞു മര്യാദ നോടി വല പൊടിച്ചല്ലോ, പൊടിക്കലോ. കണ്ണം മൂക്കൂലാതെ എന്താണെങ്കിലും മരിച്ചാലും പൊടില്ല എന്നുള്ള ഒരുത്തനെ നമ്മൾ പൊടിക്കൂലേ? അല്ല, മരിക്കലൊക്കെ വിഷയം തന്നെയല്ല. നമ്മൾ മരിക്കും മരിക്കും എന്ന് പറയും. പൊയില കയത്തി ചാടി മരിക്കാൻ പോയോൾ നീർക്കോലിനെ കണ്ടു പോയി. കയത്തി ചാടി മരിക്കാൻ പോയതാ. പക്ഷെ നോക്കുമ്പോ പോയ മാട്ടുമാ നീർക്കോലിണ്ട് വാങ്ങി. അതെ, നമ്മൾ എന്ത് ജയിക്കാനാണ്? നമുക്ക് പോത്തിറച്ചി നിന്ന് വൈകുന്നേരം പോത്തിറച്ചി ഉണ്ടാവും ബദരീങ്ങളാണ്ടിൻ്റെ. അക്ക് നമുക്ക് പറയാൻ പറ്റുമെന്ന് ഇപ്പം നമുക്ക് ഡൗട്ടായി. സുന്നിയുടെ കൂട്ടത്തിൽ തന്നെ അക്ക് ജാതെന്ന് പറയാൻ പറ്റുമല്ലേ എന്ന് സംശയിക്കണവർ എനിക്കറിയാം, മൂല്യന്മാരറിയാം. അക്ക് ജാതെന്നൊന്നും പറയാൻ പറ്റൂല. ബദരീങ്ങൾ അക്കുണ്ട്, പോത്തിറച്ചി എന്നാ ബദരീങ്ങൾ അക്കുണ്ടെന്നും പറയാൻ പറ്റൂല. കുറേ ആളുകൾ മൗലൂദ് തോന്നുന്ന കൂട്ടത്തിൽ ഞാനും ഉണ്ട്. ഞാൻ രാജ്യ ചോദിച്ച് അടുത്തൊരു മൂല്യർക്ക് കൊടുത്തു. അപ്പം അയാൾ പറഞ്ഞു ഞാൻ ഓതലില്ല. എന്നോട് പറഞ്ഞതാ, ഈ കോഴിക്കോടിയിൽ നിന്ന് ആളിന്ന് ജീവിച്ചിരിപ്പുണ്ട്, വീട്ടുകാരൻ ജീവിച്ചിരിപ്പുണ്ട്, ഞാനും ജീവിച്ചിട്ടുണ്ട്. ഞാൻ ഓതലില്ല. അയാൾ മൗലൂദ് തോന്നില്ല, അയാളോടത്തെ മുതലീസാണ്, അയാൾ മൗലൂദ് തോന്നൂല. പിന്നെ എന്തിനും വന്നു? ഇത് കഴിഞ്ഞ ചോറുണ്ട്. എന്നോട് പറഞ്ഞതാണ് ഈ കോഴിക്കോട് ജില്ലയിൽ എന്ന് പറഞ്ഞാണ്.
എന്നോട് ഈ കോഴിക്കോട് ജില്ലയിലെ ഒരു മുദരിസ് പറഞ്ഞതാണ്. ഞാൻ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കണ്ടതിൽപ്പെട്ട ഒരു അത്ഭുതമാണ്. മറക്കൂല, അത് ഞാൻ മറക്കൂല. എന്നോട് ഈ കോഴിക്കോട് ജില്ലയിലെ സുന്നികളുടെ മഹല്ലിൽ ദർസ് നടത്തുന്ന ഒരു മുദരിസ് പറഞ്ഞാണ്, അയാൾ ഇന്നും മുദരിസാണ്. ഈ കോഴിക്കോട് ജില്ലയിൽ ഇന്നും അയാൾ മുദരിസാണ്. എന്നോട് പറഞ്ഞാണ്, ഞാൻ മോടി തോന്നുന്നത് ആ വീട്ടുകാരെന്ന് ജീവിച്ചിട്ടുണ്ട്. നമ്മൾ സുന്നി അപ്പൊ നമ്മുടെ പതിര്യങ്ങളാണ്ട് നമുക്ക് പോത്തറച്ചുന്നാലാണ് അവരെ അക്കയായാലും നമുക്ക് വിശ്വാസം ഉണ്ടാവും. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്തുകൊണ്ട് അങ്ങനെ ഒരു അക്ക പതിര്യങ്ങൾക്കുള്ളത് നമുക്കറിയില്ല. നമുക്ക് പിന്നെ അക്ക നമ്മുടെ അടുത്താണ്. പിന്നെ ഇതൊക്കെ നിലനിൽക്കുന്നത് സാധുക്കളായ വൃദ്ധകളായ പെണ്ണുങ്ങൾ രാവിലെയും ഒരു വട്ടം അസ്മാബദർ ചെല്ലി തോർക്കും. അതുകൊണ്ട് അവിടെ മഴ പെയ്യുന്നത്. മനസ്സിലായില്ല? ഈ ബദരീങ്ങളെ മാത്രം ഇന്ന് കൽബിന്റെ ഉള്ളിൽ ഏതെങ്കിലും പാവപ്പെട്ട പെണ്ണുങ്ങൾ വൃദ്ധന്മാര് വൃദ്ധർക്കും അവസാനിപ്പിക്കാം. നിങ്ങൾ ഞാൻ 10 മിനിറ്റ് പറയാൻ വേണ്ടി വന്നതാ, അങ്ങനെ പറഞ്ഞു പോയി. എല്ലാ കാട്ടിക്കൂട്ടിലും അവസാനിപ്പിക്കാം. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അബദ്ധ നടന്നാൽ അബദ്ധ രക്ഷപ്പെടും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒന്നും സംഭവിക്കൂല. അള്ളാഹു തഖ്ദീറാക്കിയതല്ലാതെ ഒന്നും സംഭവിക്കൂല. എന്ത് സംഭവിക്കാൻ? ഒരു മരിക്കാൻ പോയിട്ട് 14 ആളുകൾ മരിച്ചോളൂ. എന്ത് അള്ളാഹിന്റെ തഖ്ദീർ അത്രേ ഉള്ളൂ. മനസ്സിലായില്ല? അള്ളാഹിന്റെ തഖ്ദീരേ നടക്കുള്ളൂ. അതൊരു മുഅ്മിനായ മനുഷ്യൻ വിശ്വസിക്കണ്ടേ. നമുക്ക് എന്തേ നടക്കൂ, പറയാം എന്തേ നടക്കൂ, തഖ്ദീറല്ലേ നടക്കുള്ളൂ. പിന്നെന്തിനാ പേടിക്കണം? അല്ലാഹു തആല നമുക്ക് ബോധം തരട്ടെ. ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ ദാറുൽ ഖുർആനിൽ ബദർ ദിന സമാപന ദുആ മജ്ലിസ് ഉണ്ട്. ഇന്ന് 5:15 ആരംഭിക്കും. അസ്മാ ബദർ ചൊല്ലും. ഒരുപാട് ആളുകൾ 313 രൂപ ദാനം ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവർ ദാനം ചെയ്യണം. ദാറുൽ ഖുർആന് നടത്തിക്കൊണ്ടുപോകാൻ നിങ്ങളെ കൈ തുറക്കലല്ലാത്ത പരിഹാരമില്ല. ഞാനിതിന് റിസീവർമാരെ അയക്കാറില്ല. കാരണം റിസീവർമാരെ അയച്ചാൽ അവർക്ക് 40% കൊടുക്കണം. നേരമില്ല, അതിന് കഴിയൂല. 2, ഗൾഫിലേക്കോ ഞാൻ ഇതിനു വേണ്ടി പോയിട്ടില്ല, പോകാറില്ല. എന്തുകൊണ്ട്? അതിന് ഞാൻ മെനക്കെട്ട് റമദാൻ പോയാൽ പിന്നെ ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെ നടക്കൂല. ഏറ്റവും ചുരുങ്ങിയ റമദാനിൽ ഒരുപാട് ഇൽമ നമുക്കിവിടെ പറയാൻ കഴിയും. അതുകൊണ്ട് ഒരുപാട് നന്മാളുകൾ കിട്ടും, നമുക്കും കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ ദാറുൽ ഖുർആനെ സഹായിക്കണം. ഒരുപാട് ആൾ സഹായിച്ചിട്ടുണ്ട്. സഹായിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് മഗ്‌രിബിന് മുമ്പ് ആ 313 അതിൽ പങ്കാളിയാകണം. നിന്റെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഇതോടെ കൂടെയുണ്ട്. നിങ്ങൾ ദാറുൽ ഖുർആനിൽ പങ്കാളിയാകണം. അതിൻ്റെ സഹായിക്കണം ഈ ഒരു സംരംഭത്തിൽ. ഇന്നും ആ സഹായിച്ച എല്ലാവർക്കും വേണ്ടിയും പിന്നെ മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടിയും ഇന്ന് ആസ്റിന് നമ്മുടെ സമാപന ബദർ ദിനം സമാപന ദുആ സംഗമമുണ്ട്. ഇന്ന് 5:15 മുതൽ 5 മണിക്ക് ശേഷം ഇൻഷാ അല്ലാഹ്. അത് ബാങ്ക് കൊടുക്കുന്നത് വരെ ഉണ്ടാവും. ഇവിടെ ഉണ്ടാവും. വരാവുന്ന പരിസരത്തൊക്കെ വരാവുന്ന ആളുകൾക്കുണ്ടെങ്കിൽ വരാം. അവർക്ക് ഇവിടെ നോമ്പറക്കാനുള്ള സൗകര്യം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ എല്ലാവരും ഞാൻ നിങ്ങളോട് പറയാം, സോഷ്യൽ മീഡിയയിലുള്ള ആളുകളും എല്ലാത്തിലും ഒക്കെ അതിൽ നിന്ന് തയ്യാറാകണം. ഇവിടെ ബദർ ദിന ദുആ സംഗമമുണ്ട് 5 മണിക്ക് ശേഷം. മഗ്‌രിബ് വരെ ഉണ്ടാവും. അത് ദുആന്റെ പ്രധാന സമയമാണ്. നീ വരാൻ കഴിയാത്തവർ സോഷ്യൽ മീഡിയയിലെങ്കിലും ആ ദുആയിൽ പങ്കെടുക്കണം എന്നെ എല്ലാവരോടും ഓർമ്മപ്പെടുത്തണം. ഒരുപാട് ആളുകൾ ഈ 313 തന്നവരും കുട്ടികളെ ഏറ്റെടുത്തവരും നാളെ മുതൽ കുട്ടികളെ ഏറ്റെടുക്കേണ്ട സംരംഭങ്ങളിൽ ഇറങ്ങുന്നവരും അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم. മക്കൾ സ്വാലിഹാവാനും ഭർത്താവിന് ഖൈറായ ജോലി ലഭിക്കാനും പ്രത്യേകം ദുആ ചെയ്യാൻ 313 രൂപ. അല്ലാഹുവേ മക്കളെ സ്വാലിഹാക്കി കൊടുക്കണമേ റബ്ബേ. മക്കളെ സ്വാലിഹാക്കി കൊടുക്കണമേ റബ്ബേ. സഹോദരൻ നല്ല ജോലിയിലേക്ക് മാറ്റം കിട്ടുവാനും വീട് പണി പൂർത്തിയാവാനും സ്വന്തം ജോലിയിൽ ബറക്കത്ത് കിട്ടുവാനും കുടുംബത്തിനും ഉസ്താദുമാർക്കും റഹ്മത്തും ബറക്കത്തും ഉണ്ടാകാനും ഒരാൾ 10,000 രൂപ
അല്ലാഹ് അത് നീ കബൂലാക്കണമേ റബ്ബേ, അത് നീ കബൂലാക്കണമേ റബ്ബേ. എല്ലാം നീ ഖൈറാക്കി കൊടുക്കണം. പറഞ്ഞത് മുഴുവനും റാഹത്തിലും ഖൈറിലും സലാമത്തിലും ആക്കി കൊടുക്കണമേ റബ്ബേ. റബ്ബനാ അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈക്കൽ മസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ولا حول ولا قوة إلا بالله العلي العظيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين.